വെൽക്കം ടു ദിയാസ് കിച്ചൺ. ഇന്ന് നമുക്ക് കൊഴുവ ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ്: കൊഴുവ 1/2 kg, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പുപൊടി പാകത്തിന്, അരിപ്പൊടി 1 ടീസ്പൂൺ, കോൺഫ്ലോർ 2.5 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി എടുത്തു വച്ചിരിക്കുന്ന ഫിഷിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. പൊടികളെല്ലാം ഫിഷിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടിയും കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 hour വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി, എണ്ണ ചൂടായി തിളച്ച് വരുമ്പോൾ ഫിഷ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഈ ഫിഷ് നമ്മൾ വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്, അപ്പോൾ ഇത് എണ്ണയിൽ മുങ്ങിക്കിടക്കണം. നമ്മളിതിൽ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഫിഷ് നല്ല ക്രിസ്പി ആയിരിക്കും. ഫിഷ് മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ നല്ല റെഡിഷ് കളറായിരിക്കും. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടിയുടെ കൂടെ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുത്താൽ നല്ല റെഡിഷ് കളർ കിട്ടും. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ആയി തുടങ്ങി. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ മൊരിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുകയാണെങ്കിൽ എണ്ണ കുറഞ്ഞു കിട്ടും. നമ്മുടെ കൊഴുവ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. പൊടിമീൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോട്ടലിൽ കിട്ടുന്നത് ഇങ്ങനെ തയ്യാറാക്കുന്നതാണ്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.